ഹലോ എവ്രി വൺ. ഇന്ന് ചിക്കൻ വെച്ചിട്ട് കറിയും ഫ്രൈയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ വൃത്തിയിൽ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിനനുസരിച്ചിട്ട് കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടിയും നമുക്ക് എടുക്കണം. അതുകൊണ്ട് പാകത്തിന് നമുക്ക് ചില്ലി പൗഡർ എടുക്കാം. പിന്നെ ഒരു 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നാരങ്ങ ഒരു 1/2 ലെമനാണ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ ജ്യൂസ് എടുക്കുന്നത്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂണും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വേണ്ട ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് അങ്ങോട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഒരു 10 to 12 പീസസേ എടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ മാറ്റി വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് എണ്ണ ചൂടാക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റുമായിരിക്കും. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ മാരിനേറ്റ് ചെയ്ത പീസസ് ഇപ്പോൾ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരുകയാണ്. ഒരു സൈഡാകുമ്പോൾ മറ്റേ സൈഡ് ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ മക്കൾക്ക് വേണമെന്ന് പറഞ്ഞത് കാരണം ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് പീസസ് എടുത്ത് ഫ്രൈ ചെയ്തത്. ഇനിയിപ്പോൾ ഇവിടെ ജിഞ്ചറും ഗാർലിക്കും ചെറിയ ഉള്ളിയും ക്രഷ് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ കൂടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, പെപ്പർ പൗഡർ ഇതുമെല്ലാം അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വറുത്തതിന് ശേഷം അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. രാത്രിത്തേക്ക് ഉണ്ടാക്കി വെക്കുകയാണ്. നമ്മുടെ ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളി, പച്ചമുളക് വഴറ്റി കൊടുക്കുകയാണ്. നന്നായി വഴന്ന് വന്ന ശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മസാല പേസ്റ്റ് അതും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുത്തു, അതിൻ്റെ പച്ചമണയ്ക്ക് പോയി കിട്ടാൻ. പിന്നെ ചിക്കൻ പീസസും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പും ആഡ് ചെയ്ത ശേഷം ആ മസാലയ്ക്ക് നമ്മുടെ ചിക്കൻ പീസിലൊന്ന് കോട്ടായിട്ട് വരുന്നത് വരെ അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഈ മസാലയ്ക്ക് നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കും. ഒരു 3-4 മിനിറ്റ് ഞാനിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത് അടച്ച് വേവിക്കുകയാണ്. ഒന്ന് വെന്ത ശേഷം ഞാൻ ചിക്കൻ്റെ ഈ മസാല പൗഡർ അത് ഒരു 1.5 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് വീണ്ടും തിളപ്പിച്ചു. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഇത് രാത്രിത്തേക്ക് വേണ്ടിയിട്ടുള്ള കറിയാണ്. ഫൈനലി മല്ലിയിലയും ഇട്ട് കൊടുത്തു. നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടമാകുകയും ചെയ്തു. അപ്പോൾ ഇന്ന് ഞാൻ ഇതാണ് ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കിയത്. ഉച്ചയ്ക്ക് ഒരു ഫ്രൈയും രാത്രിയിലത്തേക്ക് കറിയും. ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം.